എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് താടൻ ടേസ്റ്റ് കിട്ടുന്ന 2 രുചിക്കൂട്ടുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെണ്ടയ്ക്ക എല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. സാധാരണ നമ്മൾ സാമ്പാറിനോ അല്ലെങ്കിൽ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ എന്നല്ലാണ്ട് വേറെ വലിയ വലിയ കറികളൊന്നും അധികം ആരും ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടമല്ലാത്തവർ പോലും വെണ്ടയ്ക്ക അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അന്നേരം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അധികം മുറ്റാത്ത കിളുന്ന് പരുവത്തിലുള്ള വെണ്ടയ്ക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് തുടച്ചെടുത്താൽ അത്രയും നല്ലത്. തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പുറമേ ഉള്ളൊരു വഴുവഴുപ്പൊക്കെ ഒരുപാടങ്ങ് കുറഞ്ഞു കിട്ടും. അന്നേരം നമ്മൾ നടുവേ ഇങ്ങനെ കീറിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിലും കൂടെ ഒന്ന് വരഞ്ഞെടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സാധാരണ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വാങ്ങിച്ച് മലക്കറിയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന വെണ്ടയ്ക്ക് 2-3 ദിവസം കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് മുറ്റിപ്പോവും. അല്ലെങ്കിൽ അത് നമ്മൾ കൊണ്ട് വെറുതെ കളയുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് വെണ്ടയ്ക്ക വാങ്ങിച്ചാൽ തന്നെയും ഇതുപോലെ ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ പകുതി വെണ്ടയ്ക്ക ഇതുപോലെ നടുവേ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റുള്ള 2 രുചിക്കൂട്ടുകളാണെന്നുള്ളത്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. മറ്റ് ചേരുവകൾ പരിചയപ്പെടാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, വറ്റൽമുളക്, അതുപോലെ തന്നെ തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളി. നമ്മുടെ പുളിക്ക് ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. കുടംപുളി, പിഴുപുളി എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കാരണം അതുപോലെ തന്നെ വലുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു സവാള, വലുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. തൊമരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ എത്രത്തോളം വേണം എന്നനുസരിച്ച് എടുത്തിരിക്കുന്ന ചേരുവയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ മൺചട്ടി വെക്കുന്ന എന്തിൻ്റെ ടേസ്റ്റ് ഒരു അസാധ്യ ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അത് സ്ഥിരമായിട്ട് മൺചട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാവുന്ന കേട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കുഞ്ഞുള്ളി ഏത് കറിക്ക് ചേർത്താൽ തന്നെ. കാരണം ആ ഒരു സവാളയുടെ പച്ച മണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ എരിയുള്ളതല്ല, ഇത് ഇച്ചിരി അത്യാവശ്യം കളറുള്ള ഉണക്കമുളകാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അന്നേരം അതും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി അതാണ്ട് ഈ പരുവാകുമ്പോഴത്തേന് ഇതിനെ നമുക്ക് ആ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് വറുത്തങ്ങ് കറുത്ത് പോകുന്ന രീതിയിലോട്ടൊന്നും പോകണ്ട. ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. കാരണം ഈ ബാക്കിയുള്ള എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ തോരൻ വെക്കുമ്പോഴും മെഴുക്ക് വെട്ടുമ്പോഴും അതിങ്ങനെ കൊഴുകൊഴാന്നിരിക്കുന്നൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. ഇതിങ്ങനെ കഴുകിയിട്ട് തുടച്ചിട്ടൊക്കെ അരിയുമ്പം അതങ്ങനെ കൊഴുപ്പായിട്ട് നമുക്ക് തോന്നത്തുമില്ല. കാരണം അത് വഴറ്റി നമ്മൾ മാറ്റിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ലേശം എണ്ണ കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അന്നേരം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറി ചെറുതായിട്ട് ആ ഒരു വെണ്ടയ്ക്ക വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കറിവേപ്പിലയും. ആ കറിവേപ്പിലയ്ക്ക് കൃത്യമായിട്ടൊരു കണക്കേയില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ വഴണ്ട് വരണമെന്നില്ല. ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിരിക്കുന്നതാണ്. മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, കൊത്തി അരിഞ്ഞു വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചും കൂടെ ചേർക്കുമ്പോഴത്തേന് ഭയങ്കര മണമാണ്. കറിവേപ്പില, വെളിച്ചെണ്ണ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവാളയുടെയൊക്കെ എല്ലാം കൂടെ ഒരു അസാധ്യ മണം തന്നെയാണ്. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെയൊക്കെ ഒരു പച്ച മണം എല്ലാം മാറിക്കഴിയുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പുളിക്ക് വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പിഴുപുളി, കുടംപുളി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളതൊക്കെ ഒന്ന് വഴണ്ട് വന്നതിലേക്ക് അതൊക്കെ ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഉള്ളിൽ കുറച്ച് എണ്ണയുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഗരം മസാലയുടെ കാര്യങ്ങൾ, കാരണം ഏലക്ക, തക്കോലം, ഗ്രാമ്പു, കറുകപ്പട്ട അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേശ്ശെ
മാത്രം എടുത്തിട്ട് നമ്മൾ ആ ഒരു എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്, ചെറുതാണ്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ ചേർത്തിട്ട് അതങ്ങ് മാറ്റി വെക്കണം. അതായത് നല്ലപോലെ വഴണ്ട് വന്നതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 സ്പൂണിൽ മേലെ ചേർത്തിട്ടുണ്ട്. അതേ സമം നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുമ്പേ നമ്മൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അന്നേരം ആ ഒരു വറ്റൽമുളക് അധികം എരിയില്ലാത്തത് കൊണ്ട് മുളക് പൊടി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണിൽ മേലെ. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കിയിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു ചൂടടപ്പിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് ഇത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സവാളയും അതുപോലെ തക്കാളിയും പിന്നെ ഉണക്കമുളകെല്ലാം കൂടെ വറുത്തിരിക്കുന്ന മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിൽ നല്ലപോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് അതേപോലെ നിലനിൽക്കാൻ നല്ലത്. അന്നേരം അതിലേക്ക് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കാം. അന്നേരം ഇത്രത്തോളം ഗ്രേവി വേണം. അന്നേരം അതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ തുമരപ്പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ് കുതിർത്ത് വെച്ചിരുന്നത് മിക്സിയുടെ കുഞ്ഞു ജാറിൽ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്തിയാണ്. ഒരുപാട് അരഞ്ഞു പോകേണ്ട, ചെറുതായിട്ട് തരിതരായിട്ട് അതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്ക വറുത്തതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയതാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു തുമരപ്പരിപ്പിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി എടുത്തിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അരമുറി സവാള, പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറികൾ ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പിന്നെ മെയിൻ ചേരുവയായ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ നമ്മളൊന്ന് കൂട്ടി ഇളക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കറക്റ്റ് ഉപ്പാണോ, അല്ലെങ്കിൽ മുളക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കായത്തിൻ്റെ അളവ് മുന്നിൽ നിന്നാൽ മാത്രമേ നല്ല ടേസ്റ്റോട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ ഒരു കറി നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകുന്നൊരു കറിയാണ് കേട്ടോ. കാരണം ഇത് ഈ ഒരു പരുവത്തിൽ മതി. ഇത് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൽ 1-ാം പാലാണ്. ഒരു 2-3 സ്പൂൺ അളവിൽ മാത്രം മതി. ഒരുപാട് തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ തന്നെയും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ടേസ്റ്റ് വേണം എന്ന് തോന്നുന്നവരാണെങ്കിൽ കടുക് വറുത്ത് ചേർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കടുകൊന്നും വറുത്ത് ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തിളയ്ക്കാൻ വിട്ടു കൊടുക്കരുത്. ഗ്യാസ് അപ്പോഴേ ഓഫ് ചെയ്യണം. ചൂടടപ്പിൽ നിന്നാണെങ്കിൽ അപ്പോഴേ മാറ്റി വെച്ചോണം. അന്നേരം ഇത് ഇരുന്ന് തന്നെ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് ആ ഒരു എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരും. നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കറിയാണ് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട്. വെണ്ടയ്ക്കയെന്നല്ല, ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. അന്നേരം നമുക്ക് കറി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രം അടപ്പേ വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ല പോലെ ചൂടായി വന്നതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ തുമരപ്പരിപ്പും നമ്മുടെ മെയിൻ ചേരുവയായിട്ടുള്ള വെണ്ടയ്ക്ക വറുത്തയും കൂടെ ചേർത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കുട്ടി കുട്ടി വടയെന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ വറുത്തെടുക്കാം. അന്നേരം വെണ്ടയ്ക്കൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെണ്ടയ്ക്ക നല്ല പച്ചക്കറികൾ മിക്ക ആൾക്കാർക്കും അത്ര കണ്ട് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം ഒരു സൈഡ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് മുരിച്ചെടുക്കാം. അത് വളരെ സിമ്പിളായിട്ട് ചായയുടെ കൂട്ടത്തിലോ ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ വട കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും മിക്ക ആൾക്കാരും. അന്നേരം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇവ രണ്ടും. അത് നമ്മുടെ ഈ ഒരു കറി ചൂടൊക്കെ ചെറുതായിട്ട് മാറി ആ ഒരു എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുറുകിയിട്ടുള്ളൊരു ചാറാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിലോ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. ഇതിപ്പം പച്ചക്കറി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഗ്രേവിയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും വെണ്ടയ്ക്ക വീട്ടിലുള്ള സമയത്ത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്താ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വടയും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് 2
എല്ലാവർക്കും ഇഷ്ടപ്പെടും. അന്നേരം നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു വട ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ വെണ്ടയ്ക്ക ചേർത്തിട്ടുണ്ടെന്നൊന്നും ആരും അറിയില്ല കേട്ടോ. അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.